morning, my dear students. Welcome back to the economics class. Graphical presentation of central economic problems അഥവാ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഗ്രാഫിക്കൽ ആവിഷ്കരണം എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൽപാദന സാധ്യതാ വക്രം അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതാ വക്രം കാണുവാനായിട്ട് സാധിക്കും. ഈ ഉൽപാദന സാധ്യതാ വക്രത്തിലുള്ള ഏതൊരു ബിന്ദുവും, ഫോർ എക്സാമ്പിൾ QRS, ഇതിലെ ഏത് ബിന്ദുവാണെങ്കിലും ആ ബിന്ദുവിനൊക്കെ സൂചിപ്പിക്കുന്നത് ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങളുടെ പൂർണ്ണവും കാര്യക്ഷമവുമായിട്ടുള്ള ഉപയോഗമാണ്. ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള ഇതിലെ എല്ലാം ഫുള്ള യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണെന്നാണ് പറയുന്നത്. വിഭവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ബിന്ദു കാണുവാനായിട്ട് സാധിക്കും. ഒരു ഡോട്ട് ഇട്ടിരിക്കുകയാണ്, യു എന്ന് പറയുന്ന ഡോട്ട്. അതെന്താണ്? അത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ താഴെയുള്ളതാണ് അഥവാ അണ്ടറിലുള്ളതാണ് അല്ലേ. താഴെ എന്ന് പറയുമ്പോൾ അണ്ടർ എന്ന് പറയും. അപ്പോൾ അണ്ടറിലുള്ളത് കൊണ്ട് തന്നെ അവിടെ റിസോഴ്സസ് അഥവാ അവിടെ വിഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാനായിട്ട് സാധിക്കും? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലുള്ള ഏതൊരു കർവാണെങ്കിലും അത് ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണ്. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ താഴെയാണ് ഏതൊരു ബിന്ദു വന്നാലും, അതിപ്പോൾ യു എന്നല്ല ഏത് ബിന്ദു ആയിക്കോട്ടെ, അതൊക്കെ എന്താണെന്നാണ് പറയുന്നത്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണ്, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മീതെ ഒരു കർവും കൂടി വന്നിക്കാണ്. പി ഡാഷ് എന്ന് പറയുന്ന കർവ് വന്നിക്കാണ്. അത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ചയെയും ഉൽപാദനക്ഷമത വർധനവിനെയുമാണ്. അതായത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. അതായത് റിസോഴ്സസിൻ്റെ കൂടുതലാണ്, അതായത് വിഭവങ്ങളുടെ വളർച്ചയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് പി ഡാഷ് എന്ന് പറയുന്ന കർവ് സൂചിപ്പിക്കുന്നത് വിഭവങ്ങളുടെ വളർച്ച അഥവാ നമ്മുടെ സാമ്പത്തിക വളർച്ച, നമ്മുടെ എക്കോണമിയിലുള്ള ഗ്രോത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികപരമായിട്ടും എക്കോണമി വളർന്നു കഴിഞ്ഞാൽ റിസോഴ്സസിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഭവങ്ങളുടെ വളർച്ചയെയാണ് ഈ ഒരു പി ഡാഷ് എന്ന് പറയുന്ന കർവ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസത്തിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള ഏതൊരു ബിന്ദുവിനെയും ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങളുടെ പൂർണ്ണവും കാര്യക്ഷമവുമായിട്ടുള്ള ഉപയോഗം. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ ഭാഗിക ഉപയോഗം മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. താഴെയാണ് വന്നിരിക്കുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ താഴെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ മുകളിൽ വന്നാൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്, അതായത് വിഭവങ്ങളുടെ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. Opportunity cost of a product or service can be defined as the next best alternative. ഒന്നുകൂടി ശ്രദ്ധിക്കുക, next best alternative product or service that has been sacrificed or foregone. അതായത് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അവസരാത്മക ചെലവ് പ്രസ്തുത സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചമായ ഉപേക്ഷിക്കപ്പെട്ട സാധനത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കാണുവാനായിട്ട് സാധിക്കും. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഒരു ടേബിളാണ്, ഷെഡ്യൂളാണ് വരച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഉൽപ്പാദന സാധ്യത, അതായത് ഒരുപാട് ഉൽപ്പാദന സാധ്യതകളുണ്ട്. ABCDE എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതകളുണ്ട്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഉൽപ്പാദന സാധ്യത A എന്ന് നമുക്ക് പരിശോധിക്കാം. A എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതയിൽ അരി 10 യൂണിറ്റും ഗോതമ്പ് 0 യൂണിറ്റുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്ത് നോക്കി നോക്കിയേ, ഇ എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യത, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നതിൽ റൈസ് 0 യൂണിറ്റും വീറ്റ് 4 യൂണിറ്റുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ,
നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ് അവസരം എന്നാണ് അല്ലേ. അതായത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആയിട്ടുള്ള അതായത് ഉൽപ്പാദന സാധ്യതകളായിട്ടുള്ള വിവിധ ഓപ്ഷൻസ് ABCDE എന്ന് പറയുന്നത്. ഇതിൽ A എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതയിൽ അരി 10 യൂണിറ്റും വീറ്റ് 0 യൂണിറ്റുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലാസ്റ്റ് വൺ നോക്കിക്കേ, E എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതയിൽ അരി 0 യൂണിറ്റും വീറ്റ് 4 യൂണിറ്റുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാതെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, അതായത് അരി ഇവിടെ നമ്മൾ പറഞ്ഞു 10 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാതെ, അരി തീരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അരി 0 ആണ്. ഓക്കെ, അപ്പോൾ 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാതെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും? 4 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതായത് 10 യൂണിറ്റ് അരിയുടെ അവസരാത്മക ചെലവ്, അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാതെ പോയ 4 യൂണിറ്റാണ്. മനസ്സിലായി? അതായത് 10 യൂണിറ്റ് അരിയുടെ അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാതെ പോയ ഗോതമ്പിൻ്റെ 4 യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ സീമാന്ത അവസരാത്മക ചെലവ് എന്താണെന്ന് നോക്കാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഗുഡ് സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ 1 യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ 1 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ ഉൽപ്പന്നത്തിൻ്റെ അളവിൽ വന്ന മാറ്റമാണ് സീമാന്ത അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റൈസിൻ്റെയും മീറ്റിൻ്റെ ഒക്കെ കാര്യം. അതായത് റൈസ് 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗോതമ്പ് 0 യൂണിറ്റാണ്. ദെൻ റൈസ് എന്ത് ചെയ്യുന്നുണ്ട്? റൈസ് കുറച്ചിട്ട് ഗോതമ്പ് പിന്നീട് കൂട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓരോന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മറ്റേതിൻ്റെ അളവിൽ വന്ന മാറ്റമാണ് സീമാന്ത അവസരാത്മക ചെലവ് അഥവാ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് അതായത് ചേഞ്ചസ് ഇൻ വൈ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സാധനം വൈൻ്റെ അളവിലെ മാറ്റം, അതായത് ചേഞ്ചസ് ഇൻ വൈ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സാധനം എക്സിൻ്റെ അളവിലെ മാറ്റം അഥവാ ചേഞ്ചസ് ഇൻ എക്സ്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ കണ്ടതാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി അഥവാ ഉൽപ്പാദന സാധ്യതകൾ, 2 സാധ്യതകളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്, A എന്നും B എന്നും പറയുന്ന സാധ്യതകൾ. ഓക്കെ, ദെൻ അതിൽ ഉൽപ്പാദന സാധ്യതയിൽ റൈസ് 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗോതമ്പ് 0 യൂണിറ്റ് ആണ്. B എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതയിൽ റൈസ് 9 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വീറ്റ് 1 യൂണിറ്റ് ആണ്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ്, അതായത് ഈ വീറ്റിൻ്റെ ഗോതമ്പിൻ്റെ സീമാന്ത അവസരാത്മക ചെലവ്, അതായത് 0യിൽ നിന്നും 1 ആയിട്ട് മാറുമ്പോൾ ഗോതമ്പിൻ്റെ സീമാന്ത അവസരാത്മക ചെലവ് എന്താണെന്നാണ് പറയുന്നത്, എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള പോലെ ഏത് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് AB, ടീച്ചർ ഇവിടെ C എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ദെൻ റൈസ്, വീറ്റ്, അതായത് 10 യൂണിറ്റ് ഓരോന്നിൻ്റെയും യൂണിറ്റുകളും എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇക്വേഷൻ എഴുതി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ്. നമ്മളിവിടെ റൈസിനെ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, വീറ്റിനെ വൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വീറ്റ് എന്നാണ് പറയുന്നത്, അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ വൈ അഥവാ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ. എത്ര യൂണിറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതായത്
ഈ 10 യൂണിറ്റിൽ നിന്ന് 9 യൂണിറ്റ് ആകുമ്പോൾ എത്ര യൂണിറ്റിൻ്റെ വ്യത്യാസമുണ്ട്, അതാണ് ഈ ചേഞ്ചസ് ഇൻ എക്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ടീച്ചർ ഇവിടെ കണ്ടത് ചേഞ്ചസ് ഇൻ എക്സ് എന്ന് പറയുന്നത് 10 യൂണിറ്റിൽ നിന്നും 9 യൂണിറ്റ് ആകുമ്പോൾ വരുന്ന മാറ്റമാണ്. അതായത് 10 - 9 = 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ വൈ, അതായത് നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെയാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വീറ്റ് എന്താ ചെയ്യുന്നത്, എത്ര യൂണിറ്റാണ് മാറ്റം വരുന്നത്, 0ൽ നിന്ന് 1 ആകുന്നുണ്ട്. ഇവിടെ 10ൽ നിന്ന് 9 ആകുമ്പോൾ വീറ്റ് 0ൽ നിന്ന് 1 ആകുന്നുണ്ട്. സോ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ വൈ എന്ന് പറയുന്നത് 1 - 0 ആണ്. അതായത് 1 - 0, അതായത് ഒരു യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ = ചേഞ്ചസ് ഇൻ എക്സ് എന്ന് പറയുന്നത് 1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ടീച്ചറോട് 1 എഴുതി. ദെൻ ചേഞ്ചസ് ഇൻ വൈ എന്ന് പറയുന്നതും 1 തന്നെയാണ്. സോ ആൻസർ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാം, ബി എന്ന് പറയുന്നത്, അഥവാ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു. ബി എന്ന് പറയുന്നത് റേസ് നമ്മളിവിടെ കണ്ടതാണ്, 9 യൂണിറ്റും 1 യൂണിറ്റും. അത് സിയിലേക്ക് മാറുമ്പോൾ എന്തായിരിക്കും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് വീറ്റിൻ്റെ ഗോതമ്പിൻ്റെ അവസരാത്മക ചെലവ്, സീമാന്ത അവസരാത്മക ചെലവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 9 യൂണിറ്റിൽ നിന്ന് 7 യൂണിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 1 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഡെൽറ്റ എക്സ്, ചേഞ്ചസ് ഇൻ എക്സ് എന്ന് പറയുന്നത് 9 - 7 നമുക്ക് കണ്ടു. 9 - 7 = 2 കിട്ടും. ചേഞ്ചസ് ഇൻ വൈ, അതായത് വൈയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 1 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റായി, അതായത് 1 യൂണിറ്റ് കൂടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ചേഞ്ചസ് ഇൻ എക്സ് 2 കിട്ടും, ചേഞ്ചസ് ഇൻ വൈ 1 കിട്ടും. സോ ദ ആൻസർ ഈസ് 2 എന്ന് കിട്ടും. മനസ്സിലായി? ദെൻ നെക്സ്റ്റ് വൺ, അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എക്സ്, അതായത് അരിയുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റൈസിൻ്റെ ആണ്. അതായത് അരിയുടെ സീമാന്ത അവസരാത്മക ചെലവ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടേബിൾ മനസ്സിലുണ്ടായിക്കോട്ടെ. 10 യൂണിറ്റും 0 യൂണിറ്റും, ദെൻ അത് 9 ഒന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിയുടെ അവസരാത്മക ചെലവ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റൈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. മനസ്സിലായല്ലോ? കാരണം എന്താ, ഇവിടെ എക്സിൻ്റെയാണ് ചോദിക്കുന്നത്. എക്സിൻ്റെ ചോദിക്കുമ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്, ഫസ്റ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ വീറ്റ് ആണ്, 1 യൂണിറ്റ് ആണ് മാറ്റം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അരിയിൽ മാറ്റം വന്നിരിക്കുന്നതും 1 യൂണിറ്റ് ആണ്. സോ ദ ആൻസർ ഈസ് 1. ദെൻ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റൈസിൻ്റെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇവിടെ സി എന്ന് പറയുന്നത് 9ൽ നിന്ന് 7 ആയതും 1ൽ നിന്ന് 2 ആയതുമുള്ള വ്യത്യാസത്തെയാണ് നമ്മളിനി ആ ഒരു വ്യത്യാസം, ആ ഒരു മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇനി കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, ചേഞ്ചസ് ഇൻ വൈ എന്ന് പറയുന്നത്, അതായത് വീറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസം 2 - 1, അതായത് 1 യൂണിറ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കിട്ടി. അതുപോലെ തന്നെ 9 യൂണിറ്റ് അരിയിൽ നിന്നും 7 യൂണിറ്റ് അരിയായി, 2 യൂണിറ്റ് കുറയാണ് ചെയ്തിരിക്കുന്നത്. സോ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എഗ്സ് അഥവാ റൈസിൻ്റെ അരിയുടെ സീമാന്ത അവസരാത്മക ചെലവ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ വൈ ബൈ ചേഞ്ചസ് ഇൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ചേഞ്ചസ് ഇൻ വൈ എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് അഥവാ ചേഞ്ചസ് ഇൻ റൈസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1/2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ സീമാന്ത അവസരാത്മക ചെലവും ഉൽപാദന സാധ്യത വക്രവും തമ്മിലുള്ള ബന്ധം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി MOC ആൻഡ് PPC. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർദ്ധിക്കുകയാണെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. കണ്ടോ, കോൺകേവ് ഷേപ്പാണ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺകേവ് എന്ന് പറയുന്നത്. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി
കോസ്റ്റ് കുറയുകയാണെങ്കിൽ ഉൽപാദന സാധ്യത വക്രം എങ്ങനെയായിരിക്കും? ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടായിരിക്കും. കണ്ടോ, കുഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഷേപ്പാണ്. ആ ഒരു ഷേപ്പിന് നമ്മൾ പറയുന്നത് കോൺവെക്സ് എന്നാണ്. അപ്പോൾ MOC കുറയുമ്പോൾ ഉൽപാദന സാധ്യത വക്രത്തിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആണ്, കൂടുമ്പോൾ കോൺകേവ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മാറ്റമില്ലാതിരിക്കുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഉൽപാദന സാധ്യത വക്രം അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. ലീനിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ലീനിയർ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടന. അതായത് നമുക്കറിയാം വിവിധ തരം സമ്പദ് വ്യവസ്ഥയുണ്ട് എന്നറിയാം. ഫോർ എക്സാമ്പിൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, അതായത് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ. അതുപോലെ തന്നെ മാർക്കറ്റ് എക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മിക്സഡ് എക്കോണമി എന്നിവയെല്ലാം ഉണ്ട് എന്നറിയാം. അപ്പോൾ ഇവ എങ്ങനെയാണ് കേന്ദ്ര പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയും മാർക്കറ്റ് എക്കോണമിയും മിശ്ര സമ്പദ് വ്യവസ്ഥയും എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നതെന്ന് നോക്കാം. ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നും പറയുന്നു. അപ്പോൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയെ സോഷ്യലിസ്റ്റ് എക്കോണമി, മാർക്കറ്റ് എക്കോണമിയെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നു. മിക്സഡ് എക്കോണമി, തേർഡ് വൺ ആണ് മിക്സഡ് എക്കോണമി. ഇനി സോഷ്യലിസ്റ്റ് എക്കോണമിയിലെ ഉൽപാദനോപാധികളെല്ലാം ഗവൺമെൻറ് ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ഇത് ആരുടെ കൺട്രോളിലായിരിക്കും? ആരുടെ ഓണർഷിപ്പിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. അതായത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമായിരിക്കും സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ടായിരിക്കുക. അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇനി നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്തായിരിക്കും? സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും, അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ഒരു മിക്സ്ചറാണ്. സോ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെ അണ്ടർഷിപ്പിലായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്? നമ്മുടെ മിക്സഡ് എക്കോണമി ഉള്ളത്. വ്യക്തിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് നമ്മുടെ മിക്സഡ് എക്കോണമി ഉള്ളത്. ഓക്കെ, ദെൻ എക്കണോമിക് ഈക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതായത് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ സാമ്പത്തിക സമത്വവും അവസര സമത്വവും ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് ഇമ്പോർട്ടൻ്റ്, അതുപോലെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനും. ദെൻ മിക്സഡ് എക്കോണമിയിൽ കോഎക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, അതായത് പൊതു സ്വകാര്യ മേഖലകളുടെ സഹവർത്തിത്വം. അതായത് പൊതുമേഖലയുണ്ട്, സ്വകാര്യ മേഖലയും എന്തിലുണ്ട്? മിക്സഡ് എക്കോണമിയിലുണ്ട്. ദെൻ പ്ലാനിംഗ് അതോറിറ്റി ഓർ ഗവൺമെൻറ് സോൾവ് ദി എക്കണോമിക് ഇഷ്യൂസ്. അതായത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ഗവൺമെൻറ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത് പ്ലാനിംഗ് അതോറിറ്റിയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നോക്കുകയാണെങ്കിൽ വില സംവിധാനം അഥവാ പ്രൈസ് മെക്കാനിസമാണ് ഈ ഒരു എക്കണോമിക് ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. ദെൻ മിക്സഡ് എക്കോണമിയിലെ ബോത്ത് പ്ലാനിംഗ് അതോറിറ്റി ആൻഡ് പ്രൈസ് മെക്കാനിസം, ഇവിടെ രണ്ടും പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് പ്ലാനിംഗ് അതോറിറ്റിയും പ്രൈസ് മെക്കാനിസവും എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ഈ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് വെൽഫെയർ മോട്ടീവാണ്. മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് വെൽഫെയർ ആണ്, ഒരു സോഷ്യൽ വെൽഫെയർ അഥവാ ക്ഷേമേച്ഛ അഥവാ സാമൂഹ്യ ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം. സമൂഹത്തിൻ്റെ ക്ഷേമമാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പ്രധാന ലക്ഷ്യം. മെയിനായിട്ട് അറിയാം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എന്തായാലും പ്രോഫിറ്റ് തന്നെയായിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് കൺസ്യൂമർ സോവർണിറ്റി, ലാഭേച്ഛ അഥവാ ഉപഭോക്തൃ പരമാധികാരമാണ്
എന്തിനുള്ളത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കുള്ളത്. അതായത് ലാഭം കൊയ്യുക എന്ന ഉദ്ദേശമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കുള്ളത്, അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥക്ക് അഥവാ മാർക്കറ്റ് എക്കോണമിക്ക് ഉള്ളത്. ദെൻ മിക്സഡ് എക്കോണമിക്ക് എന്തായാലും ഇതിൻ്റെ മിക്സർ തന്നെയായിരിക്കും, അതായത് സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. സോഷ്യൽ വെൽഫെയർ ഉണ്ട്, കൂടാതെ ലാഭം കൊയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവും എന്തിനുണ്ട്? മിക്സഡ് എക്കോണമിക്ക് ഉണ്ട്. നമ്മളിവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മാർക്കറ്റ് എക്കോണമി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന വാക്ക്. അതായത് എക്കണോമിക് ഇഷ്യൂസ് എല്ലാം നിയന്ത്രിക്കുന്നത് വില സംവിധാനമാണെന്ന് പറഞ്ഞു. എന്താണ് ഈ പ്രൈസ് മെക്കാനിസം? അതായത് ഇറ്റ് ഈസ് ദ സിസ്റ്റം വിച്ച് ഫിക്സസ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ചോദനവും പ്രധാനവും ഡിമാൻഡും സപ്ലൈയും ചേർന്ന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിർണ്ണയിക്കുന്ന കമ്പോള പ്രവർത്തനത്തെയാണ് വില സംവിധാനം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് വില നിർണ്ണയിക്കുന്നത്? ഡിമാൻഡും സപ്ലൈയുമാണ്. ഓക്കെ, അതിനാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഈ ഡിമാൻഡും സപ്ലൈയുമാണ് മെയിൻ ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ പ്രൈസ് മെക്കാനിസത്തിൽ. ദ നെക്സ്റ്റ് വൺ, ആദം സ്മിത്ത് കോൾസ് ഇറ്റ് ഈസ് ദി ഇൻവിസിബിൾ ഹാൻഡ്. ആദം സ്മിത്ത് എന്താണ് പറഞ്ഞത്? ഈ ഒരു പ്രതിഭാസത്തെ അദൃശ്യകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അഥവാ ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും അഥവാ വാസ്തവിക സാമ്പത്തിക ശാസ്ത്രവും പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രവും എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് എക്കണോമിക്സ്, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഈസ്, എന്താകുന്നു എന്നതാണ് വിശകലനം ചെയ്യുന്നത്. പോസിറ്റീവ് എക്കണോമിക്സ് വിശകലനം ചെയ്യുന്നത് വാട്ട് ഈസ്, എന്താകുന്നു എന്നതാണ് വിശകലനം ചെയ്യുന്നത്. നോർമേറ്റീവ് എക്കണോമിക്സ് അഥവാ പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം വിശകലനം ചെയ്യുന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഔട്ട് ടു ബി, എങ്ങനെയായിരിക്കണം എന്നതാണ്. അതായത് എങ്ങനെയായിരിക്കണം എന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് വിശകലനം ചെയ്യുന്നത്. ദെൻ പോസിറ്റീവ് എക്കണോമിക്സ് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് എ ഫാക്ട്, ഇറ്റ്സ് എ ഫാക്റ്റ് ആണ്. അതായത് ലൈക്ക് ഇറ്റ് എക്സ്പ്ലെയിൻ ആക്ച്വൽ ഹാപ്പൻ ഓഫ് എ സിറ്റുവേഷൻ ഇൻ എൻ എക്കോണമി. അതായത് അനന്തരഫലം അഥവാ വസ്തുതയെയാണ് പഠന വിധേയമാക്കുന്നത്. അതായത് ഒരു വസ്തുതയെയാണ്, ഒരു ഫാക്റ്റിനെയാണ് ഇത് പഠന വിധേയമാക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും നോർമേറ്റീവ് എക്കണോമിക്സ് അഥവാ പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇറ്റ്സ് എ വാല്യൂ ജഡ്ജ്മെൻറ്റ്. ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം വിശകലനം ചെയ്യുകയും, അതായത് ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആദ്യം വിശകലനം ചെയ്യും, അതിനുശേഷം അത് ആവശ്യമായിരുന്നുവോ അല്ലയോ, അതായത് ഗുഡ് ഓർ ബാഡ് ആണോ എന്നും അത് വിശകലനം ചെയ്യും. അതാണ് നോർമേറ്റീവ് എക്കണോമിക്സിൻ്റെ സ്പെഷ്യാലിറ്റി. ലൈക്ക് ഇറ്റ് എക്സ്പ്ലെയിൻ വെദർ വാട്ട് ഹാപ്പൻസ് ഈസ് ഗുഡ് ഓർ ബാഡ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് കൂടി ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്കോണമിയിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോ എക്കണോമിക്സ്, ആദ്യം തന്നെ ഒരു ഇതുണ്ടായിരിക്കുക, അതായത് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുക. മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പ് എന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്, അതായത് വളരെ ചെറിയ കണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ് വിച്ച് മീൻസ് സ്മോൾ. അതായത് മൈക്രോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സൂക്ഷ്മം, വളരെ സൂക്ഷ്മമായത് എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. മാക്രോ എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. ഇതും ഗ്രീക്ക് വേർഡിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഏത് വേർഡിൽ നിന്നാണെന്നറിയാം? മാക്രോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന്. മാക്രോസ് മീൻസ് ലാർജ്, അതായത് അതിൻ്റെ അർത്ഥം സ്ഥൂലം അഥവാ വലുത് എന്നാണ്. ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് പാർട്സ് ഓഫ് ദ എക്കോണമി ഓർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ദ എക്കോണമി. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ചെറു ഘടകങ്ങളായിട്ടുള്ള ഒരു ഉപഭോക്താവിൻ്റെയോ ഉൽപാദകൻ്റെയോ വ്യക്തിഗത ഉൽപ്പന്ന വിലയെക്കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക പഠന ശാഖയാണ് എന്ത് പറയുന്നത്?
മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ദ ഇക്കോണമി ഓർ പാർട്സ് ഓഫ് ദ ഇക്കോണമി, അതായത് ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ എന്തിൽ പഠിക്കുന്നുള്ളൂ, നമ്മുടെ ഈ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുള്ളൂ. അതായത് ഉപഭോക്താവിൻ്റെയോ ഉൽപ്പാദകൻ്റെയോ വ്യക്തിഗത ഉൽപ്പന്ന വിലയെക്കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക പഠനശാഖയാണ് എന്ത് എന്ന് പറയുന്നത്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ, സമ്പദ് വ്യവസ്ഥയെ സമഗ്രമായി അഥവാ മൊത്തമായിട്ട് പഠിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഉപഭോക്താക്കൾ, കുടുംബം തുടങ്ങിയ ഒറ്റ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് മൈക്രോ എക്കണോമിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ, ചെറിയ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിനെ, ഹൗസ് ഹോൾഡ്സിനെ, ഫേംസിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. പക്ഷേ മാക്രോ എക്കണോമിക്സിൽ വന്നു കഴിഞ്ഞാൽ സാധിക്കും എന്താണ്, GDP, വില നിലവാരം തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അഥവാ GDP, പ്രൈസ് ലെവൽ എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത് എന്ന് പറയുന്നത്, മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഇതിലത്തെ രീതി എന്ന് പറയുന്നത് ഭാഗിക സന്തുലിത വിശകലനമാണ്. അതായത് പാർഷ്യൽ ഇക്വിലിബ്രിയമാണ് ഇതിലത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇതിലാണെങ്കിലോ ജനറൽ ഇക്വിലിബ്രിയമാണ്, അതായത് പൊതു സന്തുലിത വിശകലനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സ്കോപ്പ്, സിമ്പിൾ മൈക്രോ യൂണിറ്റ് അഥവാ ഒറ്റപ്പെട്ട സൂക്ഷ്മ യൂണിറ്റ് ആണ് ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യാപ്തിയോ മാക്രോ എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സമ്പദ് വ്യവസ്ഥയാകെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ എക്കോണമി ആസ് എ ഹോൾ എന്ന് പറയുന്നത്, അഥവാ അഗ്രിഗേറ്റ് എക്കോണമി ആണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് മൈക്രോ എന്ന് പറയുമ്പോൾ സ്മോൾ ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ വീക്ഷണഗതി അഥവാ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഹസ്യവീക്ഷണം അഥവാ വേംസ് ഐ വ്യൂ ആണ്. നമുക്കറിയാം വേംസിന് എന്തും വളരെ വലുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അത് വളരെ ചെറിയ സാധനമാണ്. അപ്പോൾ അതങ്ങനെ അഴിഞ്ഞൊക്കെ പോകുമ്പോൾ അതിനെന്തും മുന്നിലുള്ള എന്തും വളരെ വലുതായിട്ടാണ് കാണാൻ സാധിക്കുക. പക്ഷേ അതാണ് ഹാസ്യവീക്ഷണം എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് നോക്കി നോക്കിക്കേ, ബേർഡ്സിൻ്റെ കാര്യത്തിൽ ബേർഡ്സ് മുകളിലൂടെ പറക്കുമ്പോൾ അതിനെ താഴെയുള്ളതൊക്കെ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത് അല്ലെ. നമ്മൾ മുകളിൽ പോയിട്ട് നല്ല ഹൈറ്റിലുള്ള എന്തെങ്കിലും കയറി നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വെറും ബേർഡ്സ് ഐ വ്യൂ ആണ്, അഥവാ വിഹഗ വീക്ഷണമാണെന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കാം, വ്യക്തിഗത ചോദനം, വ്യക്തിഗത വരുമാനം, എക്സാമ്പിളാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡും ഇൻകം, അതുപോലെയൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ടുള്ളത്. ദെൻ ഇതിൽ നോക്കി കാണാനായിട്ട് സാധിക്കും മൊത്ത ചോദനം, ദേശീയ വരുമാനം ഒക്കെയാണ് ഈ ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അഥവാ അഗ്രിഗേറ്റ് ഡിമാൻഡും നാഷണൽ ഇൻകവും ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.